ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മാങ്ങയോ നാരങ്ങയോ കൊണ്ട് ഒന്നുമല്ല തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണ എല്ലാ വീടുകളുടെയും വീട്ടുവളപ്പിലേക്ക് കിളിക്കുന്ന ഇരുമ്പും പുളി കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൊളസ്ട്രോളൊക്കെ ഇല്ലാതാക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിന് പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കൊഞ്ചും പുളി എന്നൊക്കെ കേൾക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് ഒന്ന് വട്ടത്തിലൊന്ന് മുറിച്ചിടുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ വേറെ സൈസിലൊക്കെ നിങ്ങൾക്ക് ഇത് മുറിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനും ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി ആ ഉപ്പൊക്കെ അതിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പം ആ സമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് കൂടുതലും ടേസ്റ്റി ആയിരിക്കുന്നത് നല്ലെണ്ണയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 26 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത തന്നെ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തത്. പിന്നെ പച്ചമുളക് ഒരു 16 പച്ചമുളക് ചെറുതാണ് കേട്ടോ, അത് നീളത്തിലരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇനി കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തണ്ട് കരിയാപ്പിലയാണ് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അവയെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇത്രയും ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത അതിലേക്ക് ഇനി അല്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അതൊരു 4 ടീസ്പൂൺ അളവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പൊടികളൊക്കെ ആ വെളുത്തുള്ളിയിലും പച്ചമുളകിലും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ഈ ഫ്ലെയിം ലോയിൽ വയ്ക്കുക. മുളക് പൊടി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പിലൊന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിരുന്ന പുളിയില്ലേ, അത് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി അത് ആ പുളിയിൽ നല്ലപോലെ എല്ലായിടത്തും ആകും വിധം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ പുളിയിൽ അത് എല്ലായിടത്തും ഒന്നാകും വിധം ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചാറിന് പഞ്ചസാര ഒക്കെ ചേർക്കുന്നത് കൂടുതലും ടേസ്റ്റാണ്. ഇതിന് ശർക്കര ചേർക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ ഇതിന് ഇച്ചിരി കൂടി മധുരം വേണമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയൊക്കെ ചേർത്തോളൂ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പുളി ഒന്ന് വേവാനായിട്ട് ഒരു മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുളിയൊക്കെ നല്ലപോലെ തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കായപ്പൊടി എല്ലായിടത്തും ഒന്നാകും വിധം അതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗറാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അവ ഒന്ന് എല്ലായിടത്തും ഒന്നാകും വിധം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇരുമ്പും പുളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടോ, കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര രുചിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങളിത് ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എങ്കിൽ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കൺ കാണും, അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.